ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമുക്ക് രേഷ്മ ആൻറ്റിക്ക് ഫേവറേറ്റായ ഇഞ്ചിമ്പുളി അഥവാ പുളിഞ്ചി ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവണ വരെ വെയിറ്റ് ചെയ്യുക. അപ്പം നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒരു 1/8 ടീസ്പൂൺ ഓഫ് ഉലുവ, അത് നെസസറി അല്ല, നമുക്ക് സ്മെല്ല് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് ആഡ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്, ബട്ട് ആസ് യു വിഷ്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഓഫ് കടുക് അതും കൂടെ ഇട്ടിട്ട് അത് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 8 വറ്റൽമുളക് കട്ട് ചെയ്തതും ഒരു 5-6 തണ്ട് വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് നമ്മൾ പാനിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് സോട്ട് ചെയ്യുക. അപ്പോൾ അത് നന്നായി സോട്ടഡ് ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. കരിയാൻ പാടില്ല. അതിന്ന് ഒരു ഹാഫ് പോർഷനും കൂടുതൽ നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ഇത് എല്ലാവരും ചെയ്യാറുള്ള സ്റ്റെപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ബട്ട് അമ്മയ്ക്ക് അങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് നമ്മളത് ഫോളോ ചെയ്യണം. അപ്പോൾ അതെടുത്ത് വെച്ചതിന് ശേഷം ഓൾമോസ്റ്റ് ഇത്രയും നമ്മളതിന്ന് മാറ്റിയിട്ടുണ്ട്. ബാക്കി പാനിൽ തന്നെ ഉണ്ട്. ഇനി ആ പാനിലേക്ക് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യാം. ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യുന്നതാണ് ഇതിലാകെ കൂടി കുറച്ച് ഹെക്റ്റിക്കായൊരു പണി. ബാക്കിയെല്ലാം കുക്കിംഗ് ഒക്കെ ഈസിയാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് ഇഞ്ചിയും ഉണ്ട്, 1/4 കപ്പിനേക്കാൾ കുറച്ച് കുറവ് പച്ചമുളകും ഉണ്ട്. ഇതിനങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല, നമ്മൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്രയും അധികം മുളകും ഇഞ്ചിയും. അത് നന്നായി സോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ്, ഇഞ്ചി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. പുളി എത്ര എടുത്തു എന്ന് ചോദിച്ചാൽ ഒരു 4 കപ്പ് പുളി പിഴിഞ്ഞ വെള്ളം ഉണ്ട്. അപ്പോൾ അത്രയും പുളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ഓറഞ്ചിൻ്റെ വലിപ്പത്തിലൊക്കെ പറയുകയാണെങ്കിൽ 4 ഓറഞ്ചിൻ്റെ വലിപ്പം എന്ന് പറയാം. അത് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഓഫ് മുളക് പൊടി ആഡ് ചെയ്തു. നന്നായി മിക്സ് ചെയ്യുക, കട്ട കുത്തും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഓഫ് കായത്തിൻ്റെ പൊടി, നല്ലൊരു സ്മെല്ലിനാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 1/4 അല്ലെങ്കിൽ 1/2 മതി, അത്രയും മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടി. ഇത്രയാണ് പൊടികളായിട്ട് ഇതിൽ പോകുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചും പുളി എന്ന് പറഞ്ഞാൽ മധുരവും എരിവും പുളിയും എല്ലാം ഉണ്ടല്ലോ. അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഇപ്പം നമ്മൾ ആദ്യം ഒരു 8 അച്ച് ശർക്കര ഇതിലേക്ക് ഇട്ടു. നല്ല അച്ചാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഇടേണ്ടത്. ഇംപ്യൂരിറ്റീസ് ഉള്ളതാണെങ്കിൽ നമ്മളൊന്ന് എന്താ പറയുക, അലിയിച്ച് അതിലത്തെ ഇംപ്യൂരിറ്റീസൊക്കെ കളഞ്ഞിട്ട് ഇടുന്നതാണ് നല്ലത്. ഇത് നല്ലതായതുകൊണ്ടാണ് ഡയറക്റ്റ്ലി ഇട്ടത്. പിന്നെ അതിനിടയിൽ നമ്മളൊരു 1/2 ടീസ്പൂൺ ഓഫ് കല്ലുപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പും കൂടെ വന്നാലാണ് അതിനൊരു ബാലൻസ് വരുള്ളൂ. ഇനി ആ ശർക്കര എല്ലാം അലിയുന്ന വരെ വെയിറ്റ് ചെയ്യുക. നമ്മളിതിൽ ആഡ് ചെയ്യണ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ വെയിറ്റിംഗ് പ്രോസസ്സാണ്. ഇത് കൺസിസ്റ്റൻസി ഇപ്പോൾ നല്ല വാട്ടറി കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അതൊന്ന് മാറിയിട്ട് അതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് എത്തണം. അപ്പോൾ ശർക്കര അലിയും തോറും ക്വാണ്ടിറ്റി കൂടി വരും ആദ്യം, പിന്നെ വറ്റുകയാണ് വേണ്ടത്. നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ തിളയ്ക്കും. ഇപ്പോഴൊക്കെ ഇത് ഭയങ്കര സേഫാണ്, നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സുഖമായിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോഴാണ് ഇത് വില്ലനായി മാറുന്നത്. കുറച്ച് തിക്കായി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ പരിസരമൊക്കെ വൃത്തികേടാവും, നമ്മുടെ കയ്യിലൊക്കെ ആവും. കുറച്ച് സേഫായിട്ട് നിന്ന് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളും. കുറച്ചുകൂടി തിക്കായി കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് ടേസ്റ്റൊക്കെ നോക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മൊത്തം വറ്റി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉപ്പ് നമ്മൾ ഇട്ടത് സെറ്റായിട്ട് വരും. ഇല്ലെങ്കിൽ ആ ടൈമിൽ മാത്രം ആഡ് ചെയ്താൽ മതി. മധുരം കുറവാണെങ്കിൽ ശർക്കര വീണ്ടും ആഡ് ചെയ്യാം. പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യില്ല. അപ്പോൾ ഇതൊരു സ്ട്രിങ് കൺസിസ്റ്റൻസിയിലേക്ക് പോവും എന്നാണ് അമ്മ പറഞ്ഞത്. അതുകൊണ്ട് ശർക്കര വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മളൊരു 2 അച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വില്ലനായി മാറി. ഇനി ഇത് പൊട്ടിത്തെറിക്കുന്നതാണ് പ്രശ്നം. പരിസരവും വൃത്തികേടാവും, നമ്മുടെ കൈയും പൊള്ളും. അപ്പോൾ കുറച്ച് ഫ്ലെയിമൊക്കെ കുറച്ച് ദൂരെ നിന്നിട്ടൊക്കെ ഇളക്കുന്നത് നല്ലതായിരിക്കും.
ഇനി നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളൂ. വേറെ കുക്കിംഗ് പ്രൊസീജിയേഴ്സൊന്നുമില്ല. ഏകദേശം എത്തി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യുക. ഒരുപാടാവണ്ട, കാരണം ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ തിക്കാവും. സോ ഈ ഒരു പരുവത്തിലാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാറ്. അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ പർപ്പസ് ആയതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൈപ്പ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ ഒരു പോർഷൻ ഓഫ് വറ്റൽമുളകും വേപ്പിൻ്റെ ഇലയും കടുകും ഒക്കെ ഇല്ലേ, അപ്പോൾ ആ ഒരു പോർഷൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കി അതിൽ കിടന്ന് അലിഞ്ഞൊരു പരിവാവില്ലേ, അപ്പോൾ ഇത് ക്രിസ്പി ആയിട്ട് തന്നെ കിടക്കും. ക്രിസ്പി ഇൻ ദ സെൻസ് ഇപ്പോൾ കാണുമ്പോൾ ഒരു വിഷ്വൽ ഇമ്പാക്റ്റിനും അമ്മയുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത്രേ ഉള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക, ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് മാറ്റുക, സെർവ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എല്ലാവരുടെയും ഫേവറേറ്റ് അമ്മയുടെ സ്പെഷ്യൽ ഇഞ്ചിമ്പുളി. താങ്ക് യു ഫോർ വാച്ചിങ്.